വെൽക്കം ടു പ്രണവ് സി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. അതായത് നമ്മുടെ മലയാള സിനിമ ഫീൽഡിൽ ഇൻഡസ്ട്രിയിൽ നടന്ന ഈ നായികന്മാർ തമ്മിലുള്ള കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളും ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ പറ്റിയാണ് പറയാൻ വേണ്ടി പോണത്. അപ്പം ആദ്യമായിട്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ഈ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ആദ്യമേ നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം, കരത്തിലേക്ക് തന്നെ പോകാം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗ് കോൺട്രവേഴ്സി ഈ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാഥ് ബാസി ഇദ്ദേഹം ഒരു തവണ ഇദ്ദേഹത്തെ ഒരു RJ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്താണെങ്കിൽ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുകയും തെറി പറയുകയും ചെയ്തേക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളും സംഭവം നമ്മളല്ലേ പറഞ്ഞു. ഇതിനെതിരെയായിട്ട് വലിയ രീതിക്ക് ഒരു ഇയാളെ ജഡ്ജ് ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തവരാണ് അപർണ ബാലമുരളി. ഈ ഒരു കാര്യം വെച്ച് ഈ അപർണ ബാലമുരളി ശ്രീനാഥ് ബാസി തമ്മിൽ പല വാക്ക് തർക്കങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയ കാര്യങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകണം. രണ്ടാമതായിട്ട് പറയാൻ വേണ്ടി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു 80-ൻ്റെ അവസാനം 90-ൻ്റെ തുടക്കത്തിൽ സമയത്തൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നസെൻറ്റും തിലകനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായി. കാരണം ഒരു സിനിമാ ഡയലോഗിൽ തന്നെ വളരെ മോശമായിട്ട് വിമർശിച്ചെന്നും അത് ഇന്നസെൻറ്റിൻ്റെ ഒരു താല്പര്യം കൊണ്ടാണെന്നും പറഞ്ഞ് തിലകൻ രംഗത്തോട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. മൂന്നാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഒരു പ്രശ്നമാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി പൃഥ്വിരാജ് തമ്മിലുള്ള പ്രശ്നം. കാരണം പൃഥ്വിരാജ് ലോകേഷിൻ്റെ ഒരു സിനിമ, അതായത് സൂര്യ എന്ന് പറഞ്ഞ റോളക്സ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ വെച്ച് ലോകേഷ് എടുക്കാൻ വേണ്ടി പോണ ഈ ഒരു സിനിമേനെ പറ്റി ഈ കഥ അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ട് തൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ഈ മലയാള ഇൻഡസ്ട്രിയിലുള്ള ഒരു കഥ പോലും താൻ കേൾക്കുന്നില്ല എന്നും അത് തനിക്ക് വരുന്ന ഓഫറൊക്കെ താൻ സ്വീകരിക്കുകയാണെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജിനെതിരെ അതിവിമർശനമായിട്ട് മമ്മൂട്ടി ഒരു കാതൽ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഒരു ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വിമർശിക്കാറുണ്ട്. ഈ ഒരു കാര്യം പൃഥ്വിരാജ് തൻ്റെ സിനിമയുടെ കഥകളും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല എന്നും എന്തെങ്കിലും ഓഫർ ചെയ്യുമ്പോൾ ചാടിക്കയറി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞാണ് ഒരു സംഭവം ഇങ്ങനെ പോയത്. കണ്ണാടി വെച്ചൊരു സൂപ്പർ സ്റ്റാർ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് വളരെ മോശമായിട്ട് അപമാനിച്ചെന്നും കളിയാക്കിയെന്നും രഹസ്യമായിട്ട് തന്നെ പറ്റി അണിയറ പ്രവർത്തകരോട് കുറ്റം പറയുകയാണെന്നും സംവിധായകനോട് ഇയാളെ മാറ്റണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്ന തിലകൻ എന്ന് പറഞ്ഞ ഒരു ആക്ടർ, നമുക്ക് അഭിനയ കുലപതി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഈ ഒരു നടൻ, അതും ഇയാളെ വിമർശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല, മലയാളത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടറായ മോഹൻലാൽ എന്ന് പറഞ്ഞ ഈ ഒരു ആക്ടർ ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ഒരു സിനിമയിൽ തന്നെ വളരെ ക്രൂരമായിട്ട് വിമർശിക്കുകയും തനിക്കെതിരെ കുറേ കാര്യങ്ങളൊക്കെ സംവിധായകൻ്റെ അടുത്ത് ചെന്ന് പറയുകയും ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ദിലീപ് കുഞ്ചാക്കോ ബോബൻ പ്രശ്നം. ഈ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് 2011 സ്പാനിഷ് മസാല എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തുടങ്ങിയ പ്രശ്നം അത് 2015 ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ സിനിമ വരെ എത്തുന്ന ഒരു ബിഗ് ഇഷ്യൂ ആയിരുന്നു ദിലീപ് കുഞ്ചാക്കോ ബോബൻ പ്രശ്നം. അതായത് ദിലീപ് കുഞ്ചാക്കോ ബോബനായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തുനിന്ന സിനിമയാണ് ദോസ്ത്. ഈ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു കാലഘട്ടത്തിൽ കല്യാണരാമൻ അങ്ങനെ ഒരുപാട് സിനിമ നമ്മൾ കണ്ടു വന്നതായിരുന്നു. പക്ഷേ 2012 ഇറങ്ങിയ സ്പാനിഷ് മസാല ഈ ഒരു സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ തന്നെ വളരെ ഒരു സീൻ കൊടുത്തപ്പോൾ അതിനെന്തോ ഒരു പേഴ്സണൽ റിവെഞ്ചായിട്ട് എടുത്തെന്നും അത് മുഖാന്തരം കുറച്ച് ആക്ടിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിലീപ് രംഗത്ത് വന്നായിരുന്നു. കാരണം സ്പാനിഷ് മസാല സിനിമയിൽ ഒരു സീനുണ്ട്, ഒരു ബോൾ എടുത്തെറിഞ്ഞിട്ട് പോയി ക്യാച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു സീനുണ്ട്. അത് താൻ ഉള്ളിൽ ആയിരുന്നില്ല, അത് മറിച്ച് തന്നെ ഒരു പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഇതായിട്ട് പോകുന്ന ദിലീപ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് മുഖാന്തരം ഇത് കുഞ്ചാക്കോ ബോബൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മോശമായ വീഴ്ചയാണെങ്കിൽ 2014 വന്ന ഒരു ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ മഞ്ജു വാര്യരുടെ പേരായിട്ട് കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചത് ഇത് ദിലീപിന് ഇഷ്ടപ്പെടാതിരിക്കും, കുഞ്ചാക്കോ ബോബനെ വിളിച്ച് ഇതിന് പിന്മാറണം, താൻ ഇത് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയ കാര്യങ്ങൾ അങ്ങനെയൊന്നുണ്ട്. അത് ഒരു ബിഗ് ഇഷ്യൂ ആയിട്ട് അവരുടെ പിന്നിൽ ഇന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അടുത്തത്, ഒരു സമയത്ത് ഈ ഒരു ഇഷ്യൂ വളരെ രീതിക്ക് അങ്ങ് കത്തിപ്പിടിച്ചൊരു സംഭവമാണ് ഷെയ്ൻ നിഗാമും പ്രൊഡ്യൂസർ ജോബി ജോർജ് തമ്മിലുള്ള പ്രശ്നം. കാരണം ഷെയ്ൻ നിഗാം ഒരു ഡിപ്രഷൻ സ്റ്റാറാണെന്നും തനിക്ക് തൻ്റെ തോന്നിയസങ്ങളൊക്കെയാണ് ഇവിടെ വലുതെന്നും താൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഏറ്റവും നടക്കണമെന്നും ഒരു സംവിധായകൻ വിളിച്ച സമയത്ത് ഷൂട്ടിങ്ങിന് വരത്തില്ല, പ്രൊഡ്യൂസർ ചെയ്യുന്ന പൈസ മേടിച്ച അതിനൊറ്റരീതിക്ക് അഭിനയിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒരു സംസാരം ഉണ്ടാവുകയും ജോബി ജോർജ് തന്നെ വിളിച്ച് വധഭീഷണിയായി പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ മുഖാന്തരം ഷെയ്ൻ നിഗാം മുന്നോട്ട് വന്നായിരുന്നു. ആ ഒരു ഇത് മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ഏറ്റെടുക്കുകയും വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെ ചെവിയിലേക്ക് എത്തുകയും അത് മുഖാന്തരം കുറച്ച്
പ്രശ്നങ്ങളും ചർച്ചയും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച വിഷയമാണ് ഈ ജോബി ജോർജിൻ്റെ ഷെയ്ൻ നിഗാമിൻ്റെയും പ്രശ്നം. അത് പിന്നെ അമ്മ എന്ന് പറഞ്ഞ താരസംഘടനയിൽ വെച്ച് ഇത് പ്രശ്ന പരിഹാരം ഉണ്ടാവുകയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ പോയായിരുന്നു. പിന്നെ അടുത്തായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ന് RLV രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ കാശ്മീരുടെ ബ്രദർ അനുഭവിക്കുന്ന ഒരു കാര്യത്തിൻ്റെ തുല്യമായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതായത് മറ്റൊന്നുമില്ല, കരിമാടിക്കുട്ടൻ എന്ന് പറഞ്ഞ സിനിമയിലേക്കുള്ള ഫസ്റ്റ് ഓപ്ഷൻ ദിവ്യ ഉണ്ണിയായിരുന്നു. ഈ ദിവ്യ ഉണ്ണിയാണെങ്കിൽ ഒരിക്കലും തന്നോടൊപ്പം അഭിനയിക്കില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ നിറം കറുപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു റോള് റിജക്റ്റ് ചെയ്തെന്നും പറഞ്ഞൊരു പ്രശ്നം. അത് വിട്ടിട്ട് തമിഴിൽ പോയിട്ട് തമിഴ് നടൻ പാർത്ഥിബനോടൊപ്പം, അദ്ദേഹവും കറുപ്പാണ്, അദ്ദേഹത്തിനോടൊരു റോൾ അഭിനയിക്കുകയും ചെയ്തെന്നും പറഞ്ഞ് ഒരു സംഭവം ഉണ്ട്. അത് കലാഭവൻ കറുപ്പായതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അഭിനയിക്കില്ല എന്നും പറഞ്ഞാണ് ദിവ്യ ഉണ്ണി ഈ ദിക്കൊരു തീരുമാനമെടുത്ത് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞിട്ട് അത് ഇന്നും ഈ കാലഘട്ടത്തിലും ഇതിങ്ങനെ പോകുന്ന ഒരു വിഷയമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ദിലീപിൻ്റെ പ്രശ്നം. കാരണം ഇത് ഒരിക്കലും ഒരാളും മറക്കാൻ ഇടവരാത്തൊരു പ്രശ്നമാണ്. ദിലീപ് എന്ന് പറയുന്ന ഒരു നായകൻ ഒരുപാട് നാളുകളിൽ പുള്ളി ഉണ്ടായിക്കൊണ്ടുന്ന ഒരു ചലനവും കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാം. അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലിനെ പോലും നശിപ്പിക്കുന്നതിലേക്കുള്ള ഒരു വിഷയം നടിയെ ആക്രമിച്ച ഒരു കേസ്. അത് ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ രീതിക്കുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ആ ഒരു പ്രശ്നങ്ങളൊക്കെ എല്ലാത്തിനെക്കാട്ടിയും മുകളിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു നടിയെ ആക്രമിച്ച ഒരു കേസ്. ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ പോലും അന്യം നിന്ന് പോകുന്ന, ഇദ്ദേഹത്തിന് അന്യം നിന്ന് പോകുന്ന രീതിക്കുള്ള ഒരു പ്രശ്നമായി ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് മുഖാന്തരം പല താരങ്ങളും പ്രതികളാവുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല രീതിക്കുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒരു ഗുണ്ട ആക്റ്റും ഒക്കെ വന്ന ഒരു പ്രശ്നമാണ് ഇത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ബിഗ് ലെവലിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവണത വന്നത് ഈ ഇൻഡസ്ട്രി തന്നെ ഒരു മാനക്കേടായിട്ട് മാറിയ സമയമാണ് അന്ന് തൊട്ട് ദിലീപ് എന്ന് പറയുന്ന ഒരു നായകൻ്റെ ഒരു ഗ്രാഫ് താഴോട്ടേ വരാൻ തുടങ്ങിയ ഒരു ഇതങ്ങനെയായിരുന്നു. ഒരുപാട് സമയത്ത് നമ്മളിപ്പോൾ ഫാമിലി ഓഡിയൻസൊക്കെ എൻജോയ് ചെയ്ത് കണ്ട ഒരാളാണ് ദിലീപ് എന്ന് പറഞ്ഞ ആളുടെ സിനിമ. ഇന്ന് ആ സിനിമയ്ക്ക് പ്രശസ്തി നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് ഇന്നും ഒരു ഉയർച്ചയിലേക്ക് വരാനായിട്ട് കഠിനമായ അധ്വാനം ഇങ്ങനെ കൊണ്ടുപോകണമെന്നതും പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് നായികമാർ ഇദ്ദേഹത്തോടൊപ്പം അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ നടിയെ ആക്രമിച്ച കേസ് മുഖാന്തരം വന്ന ഒരു വളരെ വിദഗ്ധപ്പെട്ട ഒരു നെഗറ്റീവായിട്ടാണ് മാറിയിരിക്കുന്നത്. ഈ ഒരു സംഭവം കൂടെയാണ് പറയാൻ വേണ്ടിയുള്ളത്. ഇതൊക്കെയാണ് ഗുരുതരമായ ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനെ വെല്ലുന്ന രീതിക്കുള്ള കുറച്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെ പല 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 ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളെ കൊണ്ട് അവരൊക്കെ അത് റെഡിയാക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇവരുടെ ഭാഗത്താണ് ന്യായം എന്ന രീതിക്ക് മാറ്റിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെയാണ് കുറച്ച് കോൺട്രവേഴ്സി ആയിട്ട് ഉണ്ടായ മലയാള സിനിമയിലെ ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനിയും അന്വേഷിച്ചാൽ പല കാര്യം കിട്ടും. എൻ്റെ ഈ ഒരു അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്കിതിൽ നിന്ന് കണ്ടെത്താനായത്. സോ ഇനി എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഞാനും നോക്കുന്നതായിരിക്കും. എനിക്ക് ഇനി ഇതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് വേണ്ടിയുള്ള കണ്ടൻറ്റുകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് ഒരു ബിഗ് കോൺട്രവേഴ്സി ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓരോ സ്റ്റേജായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല പല മികച്ച കണ്ടൻറ്റും കാരണം നമുക്കിവിടെ റെഡിയാക്കാൻ വേണ്ടി പറ്റും. സോ ദിസ് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആൻഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.